വിവിധ തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചായി, ഒരു 2 ആഴ്ചയൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ വീഡിയോ ഇട്ടിട്ടും കുറച്ച് വൈകി, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീണ്ടും നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങുകയാണ്. അപ്പോൾ പലതരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. ന്യൂറോ മാർക്കറ്റിംഗ് ഉണ്ട്, ഫണൽ മാർക്കറ്റിംഗ് ഉണ്ട്, ഗൊറില്ല മാർക്കറ്റിംഗ് ഉണ്ട്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കണ്ടന്റ് മാർക്കറ്റിംഗ്, ഒരുപാട് തരത്തിലുള്ള മാർക്കറ്റിംഗ് പല ബ്രാൻഡുകളും ഒരുമിച്ചും അല്ലാതെയും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോസുകളിലായിട്ട് എന്ത് ചെയ്യാം, ഓരോ ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ന്യൂറോ മാർക്കറ്റിംഗിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സമയത്ത് ന്യൂറോ സയൻസും മാർക്കറ്റിംഗും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ന്യൂറോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞ സമയത്ത് ബ്രെയിനിന്റെ വർക്കാണ്. ഓരോ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലും സംഭവിക്കുന്ന ബ്രെയിൻ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള പഠനം ബ്ലെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ന്യൂറോ മാർക്കറ്റിംഗ് എന്നുള്ളൊരു ശാഖ ഉണ്ടായിട്ടുള്ളത്. ശരിക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ആക്ടിവിറ്റീസ് അല്ല ബ്രെയിനിൽ ആക്ച്വലി നടക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ അത് പർച്ചേസ് ചെയ്യുന്നത് ചോദിക്കുകയാണ്. അതും ആക്ച്വലി നമ്മളെ ബ്രെയിനിൽ സംഭവിക്കുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു മാർക്കറ്റിലേക്ക് കടക്കുന്ന സമയത്ത് ഇത്തരം ആ കസ്റ്റമർ പോലും അറിയാതെ കസ്റ്റമറിൻ്റെ ബ്രെയിനിൽ നടക്കുന്ന ഇത്തരം ആക്ടിവിറ്റീസുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സ്ട്രാറ്റജിയിൽ ഉള്ളത്. അപ്പോൾ ഇത് വ്യക്തമാക്കി തരാനുള്ള ഒരു ഫേമസ് പഠനമുണ്ട് സിഗരറ്റ് പാക്കുമായി ബന്ധപ്പെട്ടിട്ട്. ഏറ്റവും വലിയ ഒരു ന്യൂറോ സയന്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് നടന്നിട്ടുള്ളത് ഈ ഒരു മാർക്കറ്റിങ്ങിലാണ്, ഈ ഒരു ടെസ്റ്റിലാണ്. സിഗരറ്റ് പാക്കിൽ നമുക്കറിയാം, എല്ലാ രാജ്യത്തും, ഒരു രാജ്യം പോലും വിടാതെ എല്ലാ രാജ്യത്തും അതിനെന്തുണ്ടാവും, ഏറിയും കുറഞ്ഞും ആയിട്ട് സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ഉണ്ടാവും. സ്മോക്കിംഗ് കിൽസ് എന്ന് പറഞ്ഞിട്ട്, അതേപോലെ തന്നെ പല തരത്തിലുള്ള, അല്ലെങ്കിൽ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഓരോ രാജ്യത്തിലും ഏറിയും കുറഞ്ഞും എന്തുണ്ട്, അതിന്മേൽ വലിയ രീതിയിൽ പാക്കേജ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ, നമ്മളെ കുട്ടിക്കാലത്തൊക്കെ കണ്ടതിനെക്കാട്ടും കൂടുതൽ ഏരിയ, ആ ഒരു പാക്കേജിന്റെ വലിയൊരു ഏരിയ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സാധനത്തിന് യൂസ് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ടാഗ് ലൈൻ ഉണ്ടാവുള്ളൂ, സ്മോക്കിംഗ് കിൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ ടാഗ് ലൈൻ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഓരോ പാക്കേജിലും ഓരോ തരത്തില് ക്യാൻസർ വരും എന്ന് പറഞ്ഞിട്ട്, അതേപോലെ തന്നെ സെക്ഷൽ ഇഷ്യൂസ് വരും എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഓരോ പാക്കേജിലും പല തരത്തിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ റീലിലൊക്കെ കോമഡി ഉണ്ടായിരുന്നു, എനിക്ക് ഇത് വേണ്ട, ക്യാൻസർ വരുന്ന സിഗരറ്റ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടെസ്റ്റിൽ ഒരു FMRI ടെസ്റ്റ്, വലിയ രീതിയിലുള്ളൊരു ടെസ്റ്റ് വെസ്റ്റേൺ കൺട്രീസിൽ നടന്നിട്ടുണ്ടായിരുന്നു. പല രാജ്യങ്ങളിലും പല കോണ്ടിനെന്റിലുള്ള ആളുകളെ കളക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേരെ, കറക്റ്റ് എണ്ണം എനിക്ക് ഓർക്കുന്നില്ല, ഒരുപാട് പേരിൽ ഈ ടെസ്റ്റ് നടത്തി എന്നുള്ളതാണ് പറയുന്നത്. സർവേ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സ്മോക്കേഴ്സ് ടെസ്റ്റിന് സെലക്ട് ചെയ്തിട്ടുള്ള പല കോണ്ടിനെന്റിൽ നിന്നുള്ള ആളുകളുടെ, സ്മോക്കേഴ്സ് ആയിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ ഏറ്റവും എന്ത് ചെയ്യാണ്, പേഴ്സണലി സർവേ നടത്തുകയാണ്. അവർക്ക് ഇങ്ങനെ ഒരു പാക്കേജ് കാണുന്ന സമയത്ത് അതിൽ ഈ സ്റ്റാറ്റ്യൂട്ടറി വാർണിങ്ങും ഭയങ്കര വൃത്തികളായിട്ടുള്ള ഫോട്ടോസൊക്കെ ആയിരിക്കും ഈ പാക്കേജും ഉണ്ടാവുക. അപ്പോൾ അത് കാണുന്ന സമയത്ത് സിഗരറ്റിനോടുള്ള ഒരു ക്രേവിങ്, കൊതി, അത് കൂടുകയാണോ കുറയാണോ എന്നുള്ളതാണ് ആക്ച്വലി ഇമ്പോർട്ടൻ്റ്. പല ചോദ്യങ്ങളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അവര് ഉത്തരം ചെയ്ത് ആൻസർ ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ആ ഒരു ക്രേവിങ് അതിന് കുറക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പാക്കേജിൽ മേലെ ഇതിങ്ങനെ കാണുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറക്കുന്നുണ്ട് എന്നുള്ളതാണ് അവര് ശരിക്കും അവരോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതേസമയം ഇവർ FMRI സ്കാനിങ്ങിനും കൂടെ വിധേയരാക്കി അവർക്ക് ഈ ഒരു പാക്കേജ്, എസ്പെഷ്യലി ഈ ഒരു പിക്ചർ അവരെ കാണിച്ചു. പാക്കേജ് ഇല്ലാതെ ആ പിക്ചർ കാണിച്ചു, പാക്കേജോടെ ആ പിക്ചർ കാണിച്ചു. പക്ഷെ കാണിക്കുന്ന സമയത്ത് അവരുടെ ബ്രെയിനിൽ ആക്ടിവേറ്റ് ആകുന്നത് ന്യൂക്ലിയസ് അക്കുംബൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ക്രേവിങ് സ്പോട്ടാണ് ശരിക്കും അവരുടെ ബ്രെയിനിൽ ആക്ടിവേറ്റ് ആവുന്നത്. ശരിക്കും അവർ പറയുന്നത് എന്താ, അവരെ ക്രേവിങ് കുറക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഈ ഒരു വാർണിംഗ്, ഈ ഒരു പിക്ചർ അവരുടെ മുമ്പിൽ കാണിക്കുന്ന സമയത്ത് FMRI സ്കാനിൽ കാണിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ക്രേവിങ് സ്പോട്ടായിട്ടുള്ള ന്യൂക്ലിയസ് അക്കുംബൻസ് എന്ത് ചെയ്യുന്നത്, ആക്ടിവേറ്റ് ആവുകയാണ്. ഇതാണ് ന്യൂറോ മാർക്കറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും നമ്മൾ കരുതുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് കരുതുന്നതിന് അപ്പുറത്തേക്ക് അവരുടെ ബ്രെയിനിൽ വേറൊരു ആംഗിളിൽ എന്ത് ചെയ്യുന്നുണ്ട്. ശരിക്കും ഗവൺമെന്റുകളൊക്കെ ഇത് കുറക്കാൻ വേണ്ടിയിട്ട്, ഇതിന്റെ ക്രേവിങ് കുറക്കാൻ വേണ്ടിയിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്ക് ആക്ച്വലി സ്മോക്കേഴ്സിന്റെ ക്രേവിങ് കൂട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് പ്രത്യേകിച്ച് കുറവുകളൊന്നും വരുന്നില്ല. എന്തൊക്കെ ചെയ്താലും ഇപ്പോൾ
എന്താ പറയുക, തിയേറ്ററിൽ പരസ്യം ചെയ്യുന്നു, മൂവിന്റെ മുന്നേ പരസ്യം ചെയ്യുന്നു, സ്മോക്കിങ് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ ആക്ച്വലി നടക്കുന്നതാണ് ക്രേവിങ് കൂട്ടാണ്. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂപ്പർ കാർസുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. സൂപ്പർ കാറുകൾ വാങ്ങുന്ന ആൾക്ക് എന്തായിരിക്കും സൈക്കോളജിക്കലി അവരുടെ ഉള്ളിൽ വർക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സ്ട്രെങ്ത് ആണ്, സക്സസ് ആണ്, സ്റ്റാറ്റസ് ആണ്. ഒരു നാട്ടിലുള്ള സ്റ്റാറ്റസും സ്ട്രെങ്ത്തും സക്സസ് ഒക്കെയാണ് അവരെ എന്താ പറയാ അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകങ്ങൾ എന്നുള്ളത് നമുക്ക് ഒബ്വിയസ്ലി അറിയാം. പക്ഷെ അത് മാത്രമാണോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ FMRI സ്കാനിങ്ങും ടെസ്റ്റും കാര്യങ്ങളൊക്കെ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ അല്ലെങ്കിൽ നോർമലി മെൻസിനെ ഫോക്കസ് ചെയ്തിട്ട്, മെൻസ് ആയിരിക്കും ബഹുഭൂരിപക്ഷം ഈ സൂപ്പർ കാർസിന്റെ കസ്റ്റമേഴ്സ്. വളരെ കുറച്ച് വിമൻസ് ഉണ്ടാവും, പക്ഷെ മെൻസിനാണ് കൂടുതൽ ആ ഒരു ട്രേറ്റ്സ് ഉള്ളത്. അപ്പോൾ അവിടെ അവരെ ആ ടെസ്റ്റ് നടത്തിയ സമയത്ത് അവിടെ ആക്റ്റീവായിട്ടായിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വുമൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സൂപ്പർ കാർസ് ഇത് ചെയ്യുന്നത്. അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഒരു റിവാർഡ് സ്റ്റിമുലേഷൻ ആണ്, ഒരു അച്ചീവ്മെന്റ് ആണ്. ആ അച്ചീവ്മെന്റ് ഏത് ആംഗിളിലാണ് വിമൻസിനെ അട്രാക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ കാലാകാലങ്ങളായിട്ട് മനുഷ്യന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വിമൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പല അച്ചീവ്മെന്റ്സും പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏതുപോലെ വെച്ചാൽ പീക്കോക്കുകൾ, അവരെ ആൺ പീക്കോക്കുകൾ, മയിലുകള് അവരെ ഫെദർ വിടർത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൽ മയിലുകളെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതേ ആംഗിളിലുള്ള ബ്രെയിൻ സ്റ്റിമുലേഷൻ, അതേപോലെ തന്നെ ബ്രെയിൻ ആക്ടിവേറ്റ് ആവുന്നുണ്ട് അവർക്ക് സൂപ്പർ കാറുകൾ പോകുമ്പോൾ. സൂപ്പർ കാറിൽ കയറുമ്പോൾ അവിടെ സക്സസും സ്റ്റാറ്റസും അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് വിമനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു മാർഗം എന്നുള്ള ലെവലിൽ അത് പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ കയറുമ്പോൾ, ഇത് റൈഡ് ചെയ്യുന്ന സമയത്ത്, ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവർക്ക് ആ ഒരു ഫീല് കിട്ടുകയാണ്. അഥവാ എന്താ പറയുക, ആ ഒരു സ്ട്രെങ്ത് ഇൻ ദ സെൻസ് ഓഫ് വിമൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, വിമൻസിന് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഞാനായി എന്നുള്ള തരത്തിലൊക്കെ ഒരു ഇവല്യൂഷണറി ആയിട്ടുള്ള ട്രൈറ്റ്സുകൾ എന്തുണ്ട് ഹ്യൂമൻസിന് സൂപ്പർ കാറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പഠനങ്ങളുണ്ട്. ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞെന്നുള്ളൂ. ഒരുപാട് പഠനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ന്യൂറോ മാർക്കറ്റിങ്ങിൽ നടന്നിട്ടുണ്ട്. മാർക്കറ്റിങ്ങിന് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യിപ്പിക്കുന്ന ഘടകങ്ങൾ ബ്രെയിന് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് വേറെ ആംഗിളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ന്യൂറോ മാർക്കറ്റിങ്ങിൽ ഓവറാൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എന്നുള്ളതല്ല, നമ്മളാണെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്യുമ്പോഴും, നമ്മുടെ പ്രൊഡക്റ്റിന്റെ പാക്കേജ് ഡിസൈൻ ചെയ്യുമ്പോഴും എന്ത് കാര്യങ്ങളായിക്കോട്ടെ, അവിടെ മുൻ തലമുറകൾ അല്ലെങ്കിൽ മുൻ ബ്രാൻഡുകൾ എന്ത് ചെയ്തു എന്നുള്ളതാണല്ലോ നമ്മളെപ്പോഴും അതിന് വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ബ്രാൻഡുകളെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ കസ്റ്റമേഴ്സ് ആക്ച്വലി അവരുടെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സൈക്കോളജി എന്താണെന്നുള്ളത്, കസ്റ്റമേഴ്സിന്റെ സൈക്കോളജി തന്നെയാണ്. അവിടെ ന്യൂറോ ആംഗിളിൽ, ന്യൂറോ സയൻസ് ആംഗിളിൽ എന്താണ് ബ്രെയിനിൽ ആക്ടിവേറ്റ് ആവുന്നത്, അത് ആക്ടിവേറ്റ് ആക്കാൻ നമ്മളെ പ്രൊഡക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇതാണ് ശരിക്കും ന്യൂറോ മാർക്കറ്റിംഗ് ഓവറാൾ ചെയ്യുന്നത്. ഇപ്പം ഇതിലെന്താ വെച്ചാൽ ഇമോഷണൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള പർച്ചേസ് ഡ്രൈവേഴ്സ് ഉണ്ടാവും. അതെന്താണ്, ഇമോഷണൽ ആണ്, 2 ടൈമാണ് ഇവിടെ പറഞ്ഞത്. ഇമോഷണൽ അതേപോലെ തന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള പർച്ചേസ് ഡ്രൈവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. ചിലപ്പോൾ അതിന്റെ പാക്കേജ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ കൊടുത്ത ടാഗ് ലൈൻ ആയിക്കാരം, അല്ലെങ്കിൽ ആ പാക്കേജിന്റെ ഷേപ്പ് ആയിക്കാരം, അല്ലെങ്കിൽ കളർ ആയിക്കാരം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫിസിക്കൽ വിർച്വൽ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ കൊടുക്കുന്ന സൗണ്ട് ആയിരിക്കാരം, അത് തൊടുമ്പോഴുള്ള നമ്മളുടെ ഒരു ഫീൽ ആയിക്കാരം, ടേസ്റ്റ് ഉണ്ടാവാം, ഷേപ്പ് ഉണ്ടാവാം, അത് പ്രൊഡക്റ്റിന്റെ ആയിരിക്കാം, ചിലപ്പോൾ പാക്കേജിന്റെ ആയിരിക്കാം. ഇങ്ങനെ ഓരോ ആംഗിളിലും ഈ പറഞ്ഞ പോലത്തെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള നീഡ് ശരിക്കും എന്താണ് കസ്റ്റമേഴ്സിനെ നോക്കിയിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ നമ്മളുടെ പ്രൊഡക്റ്റിൽ എന്താണ് വെക്കേണ്ടത്. ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ പ്രൊഡക്റ്റ് അവരുടെ മുമ്പിൽ നിരത്തി വെക്കുന്നുണ്ട്. നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു പർച്ചേസ് ഡ്രൈവർ ആയിട്ട് നമ്മളെ പ്രൊഡക്റ്റിൽ എന്തൊക്കെ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കാം എന്നുള്ളതാണ് ബ്രാൻഡ്സ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സൗണ്ടിലായിരിക്കും, കളറിലായിരിക്കും, ഷേപ്പിലായിരിക്കും. അത് എല്ലാ പ്രൊഡക്റ്റിലും നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ആ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിലും അതിൽ കൊടുത്തുള്ള കളേഴ്സിലും അത് പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിലും. ഇപ്പോൾ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റൊക്കെ നമ്മൾ ആ പാക്കേജ് പിടിക്കുമ്പോൾ മറ്റ് പ്രൊഡക്റ്റുകളിനെക്കാട്ടിയും കൂടുതലായിട്ട് നമുക്കൊരു ഫീൽ വരുന്നുണ്ട്. ആപ്പിളിൻ്റെ പ്രൊഡക്റ്റിലും ആ ഫീൽ ഉണ്ട്, ആപ്പിളിൻ്റെ പാക്കേജിങ്ങിലും ആ ഫീൽ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവർ ബ്രാൻഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ട് എന്ത് കൂടുതൽ കൊടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കുന്നുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ആഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊരിക്കലും അവരുടെ ഫീച്ചേഴ്സിന് അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് അവിടെ കാണാൻ പറ്റും.
പല പരസ്യങ്ങളും നമുക്കറിയാം, നമ്മൾ ഇതിലും വലിയ മികച്ച പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റീലിൽ പലതും കാണാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് പോലും മനസ്സിലാവില്ല. അവിടെ ഒരു കമ്പല്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ്, ഒരു സ്റ്റോറി ടെല്ലിംഗ് കമ്പല്ലിംഗ് ആവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോറി കണ്ടതിന് ശേഷം കാണുന്ന ആള് അല്ലെങ്കിൽ കേൾക്കുന്ന ആള് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സ്റ്റോറി എന്താണ്, കമ്പല്ലിംഗ് ആണെന്ന് പറയാം. അപ്പോൾ ഒരു കമ്പല്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആഡ്സിലും അതേപോലെ തന്നെ അവരെ പ്രസ് മീറ്റിൽ അവരെ കുറിച്ച് പ്രസന്റ് ചെയ്യണോടത്തും അതിന്റെ CEO സംസാരിക്കുമ്പോഴൊക്കെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആംഗിളിൽ ഈ പറഞ്ഞ പോലെ തന്നെ ന്യൂറോ സയന്റിഫിക് ആയിട്ടുള്ള ബ്രെയിനിനെ ആക്ടിവേറ്റ് ആക്കുന്ന തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് കമ്പല്ലിംഗ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്രാൻഡിന് ഒരു പെർസോണ ഉണ്ട്. ഇപ്പോൾ ഓരോ ആളുകൾക്കും ഒരു പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഓരോ ആളുകളെയും നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാവുന്നുണ്ട്. അവരേറ്റവും ഇടപഴകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കുന്ന കുറെ പേഴ്സണാലിറ്റി, നമ്മളെ ബ്രെയിനിൽ ഉണ്ടാവുന്ന സെറ്റപ്പ് ചെയ്യുന്ന പേഴ്സണാലിറ്റി ട്രൈറ്റുകളുണ്ട്. അതേപോലെ ബ്രാൻഡിനുണ്ട്. ഇപ്പം നമ്മൾ ഒരു റീചാർജ് ചെയ്യാം, നമ്മുടെ ഫോണിൽ റീചാർജ് ചെയ്യണം, ഒരു 1000 രൂപക്ക് റീചാർജ് ചെയ്തു. പിന്നീട് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നെറ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറയുകയാണെങ്കിൽ എന്താ പറയുക, വീണ്ടും റീചാർജ് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ദേഷ്യം വരും. അപ്പം ഈ ദേഷ്യത്തോടു കൂടി നമ്മൾ അവരെ കസ്റ്റമർ എക്സിക്യൂട്ടീവിനെ വിളിക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ അവരെ നമ്മളോട് മോശമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ബ്ലെയിം ചെയ്യണത് ആ ഒരു സർവീസ് പ്രൊവൈഡറാണ്. ഇപ്പൊ എയർടെൽ ആണെങ്കിൽ എയർടെലിനെയാണ് നമ്മൾ മോശം പറയുന്നത്, വളരെ മോശം ബിഹേവിയർ ആണ് എയർടെലിന്റെ എന്നാണ് പറയാം. പക്ഷെ ആക്ച്വലി അവിടെ നമ്മളോട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ളത് അവിടുത്തെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ആണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ ബ്രാൻഡിന് ഒരു പെർസോണ ഉണ്ട്. ആളുകളെ നമ്മളെ മനസ്സിലാക്കണം, അഥവാ നമ്മളെ ബ്രാൻഡിനെ മനസ്സിലാക്കണം നമ്മളെ സ്റ്റാഫിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ കാരണം. അപ്പൊ ഇവിടെ നമ്മളുടെ ബ്രാൻഡ് പെർസോണ എന്താണെന്നുള്ളത് കറക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഏത് ബേസ് ചെയ്തിട്ട്, ഈ ന്യൂറോ സയൻസ് ബേസ് ചെയ്തിട്ട് നമ്മളുടെ പ്രൊഡക്റ്റിൽ നമ്മളുടെ കസ്റ്റമേഴ്സ് ആക്ച്വലി എന്താണ്, എന്തർത്ഥത്തിലാണ് നമ്മളെടുത്ത് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നതും നടക്കുന്നതും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസുകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് പെർസോണ നമ്മൾ സെറ്റ് ചെയ്യണം. അത് ടീമിനെ ട്രെയിൻ ചെയ്യണം. നമ്മൾ ടീമിനെ ട്രെയിൻ ചെയ്യണം, നമ്മൾ ആഡിൽ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ആഡിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, അതേപോലെ നമ്മൾ ടീമിനെ ട്രെയിൻ ചെയ്യണം. ആക്ച്വലി നമ്മളെ കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് എന്തിനാണ് വരുന്നത് എന്നുള്ളത് അവരെ പഠിപ്പിക്കാം. അതേപോലെ തന്നെ അതിന് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, ആക്ഷൻ എന്ന് പറയുമ്പോൾ പർച്ചേസ് ആയിരിക്കും, ആ പർച്ചേസ് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ അവരായിട്ടും ബിഹേവ് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കണം. പിന്നെ ഉള്ളൊരു കാര്യമാണ് R&D എന്നുള്ളത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത്. എല്ലാ തരത്തിലും പ്രൊഡക്റ്റിലായിക്കോട്ടെ, നമ്മളെ മാർക്കറ്റിംഗ് സെഗ്മെന്റിലായിക്കോട്ടെ, പാക്കേജിങ്ങിലായിക്കോട്ടെ, നമ്മളെപ്പോഴും ന്യൂറോ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ട് റിസർച്ച് ചെയ്തിട്ട് അതിലെന്ത് ഡിഫറൻസ് കൊണ്ടുവരണം എന്നുള്ളത് കറക്റ്റ് നോക്കണം. റിഫൈനിങ് എപ്പോഴും നടക്കണം. നമ്മുടെ പ്രൊഡക്റ്റിലും മാർക്കറ്റിങ്ങിലും പാക്കേജിലും എല്ലാ കാര്യത്തിലും സെയിൽ ക്ലോസ് ചെയ്യുന്നിടത്തൊക്കെ ഇത്തരത്തിലുള്ള ഒരു റിഫൈനിങ് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബ്രാൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂറോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ആക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് കുറേ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ള ഒരു കാര്യം, ഒരു പ്രൊഡക്റ്റാണ് ശരിക്കും കിൻഡർ ജോയ് ഒക്കെ. കിൻഡർ ജോയ് എത്രത്തോളം കുട്ടികളെ ന്യൂറോ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ന്യൂറോ സയൻസിനെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. കിൻഡർ ജോയ് കുറേ പരസ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അവര് ഒരു ഷോപ്പിലേക്ക്, ഒരു സാധാ ഷോപ്പിലേക്ക് നമ്മൾ കുട്ടികളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ നിന്ന് കിട്ടുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ കിൻഡർ ജോയ് കയറാം. ഈ കിൻഡർ ജോയ് മതി എന്ന് പറയും. അത് നല്ല പ്രൈസ് ഉണ്ട്, പക്ഷെ പ്രൈസിനെ മറികടന്ന് നമുക്കത് നമ്മൾ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുന്നത് നമ്മളെ കുട്ടി അത് ഡിമാൻഡ് ചെയ്യണം. അപ്പൊ അത്രത്തോളം അവരുടെ പാക്കേജിങ്ങിലും അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുള്ള ഈസ്റ്റർ എഗ് ആയിട്ടുള്ള അതിലുള്ള സമ്മാനങ്ങൾ ഉണ്ടാവും, പിന്നെ അതിലുള്ള ടേസ്റ്റ് ഉണ്ടാവും, അത് പിടിക്കുമ്പോൾ അത് അൺബോക്സിങ്ങിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടികളെ ന്യൂറോ സയൻസ് നല്ല രീതിയിൽ പഠിച്ചിട്ട് അതിനനുസരിച്ച് അവരുടെ പ്രൊഡക്റ്റിലും മാർക്കറ്റിങ്ങിലും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഇല്ലാത്തതിന് അവരെ സെയിൽ കൂട്ടാൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂറോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫോമോ എന്ന് പറയും, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. എല്ലാവരും വാങ്ങുന്നുണ്ടല്ലോ, അപ്പൊ ഞാനും വാങ്ങണം, അല്ലെങ്കിൽ നമ്മൾ അതേ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ അതേ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ, സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, അവരൊക്കെ അത് വാങ്ങുന്നുണ്ടെങ്കിൽ എനിക്കത് വാങ്ങണം എന്നുള്ളൊരു സൈക്കോളജി ഉണ്ട്. ഈ സൈക്കോളജി ആമസോൺ പോലത്തെ ഇ-കൊമേഴ്സ് സൈറ്റിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുന്ന സമയത്ത് താഴത്ത് വരും, ഈ പ്രൊഡക്റ്റ് വാങ്ങിയ ആളുകൾ ഇന്ന പ്രൊഡക്റ്റും കൂടെ വാങ്ങിയിട്ടുണ്ട്, റെക്കമെൻഡ് ചെയ്യും നമ്മളെ മുമ്പിൽ. അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആണ്. ഇത് വാങ്ങുന്ന ഒരു സെറ്റ് ഓഫ് റേഞ്ച് ഓഫ് ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടാവും, നമ്മളും അത് ഇഷ്ടപ്പെട്ടിട്ടാണ്, ആ ഒരു ട്രൈറ്റും ലൈഫ് സ്റ്റൈലും ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വാങ്ങിയ ആളുകൾ അതും വാങ്ങിയിട്ടുണ്ടെന്ന് നമ്മളുടെ എന്താ പറയുക, ആമസോൺ പോലത്തെ ഇ-കൊമേഴ്സ് സൈറ്റുകൾ നമ്മളോട് പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് വർക്കായിട്ട് വീണ്ടും അത് വാങ്ങണം. എന്തിനാണ് വാങ്ങുന്നത്? നേരത്തെ പറഞ്ഞ ന്യൂറോ സയന്റിഫിക് ആയിട്ടുള്ള നമ്മളെ നീഡാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സൂപ്പർ കാർസിൽ വർക്കൗട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ പോലും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇതും വാങ്ങണം എന്നുള്ള ഡിസിഷൻ എടുക്കുകയാണ്. പിന്നെ
കിഡ്സ് സെക്ഷനിൽ കിഡ്സിന് ഫോക്കസ് ചെയ്തിട്ടുള്ള ഫുഡ് സെക്ഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാക്കേജിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ മാസ്കോട്ടുകൾ ഉണ്ടാവും. മാസ്കോട്ട് പറഞ്ഞാൽ ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സ് പാക്കേജിൽ എന്തെങ്കിലും ഒരു കണ്ണും മൂക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് കുട്ടികളെ അട്രാക്ട് ചെയ്യണം. അതിനെക്കാട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ സൂപ്പർ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ആ മാസ്കോട്ടുകൾ ആ പ്രൊഡക്റ്റിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് നോക്കുന്നത് താഴോട്ടായിരിക്കും. എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള പ്രൊഡക്റ്റുകൾ താഴോട്ടായിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പോൾ കുട്ടികളിങ്ങനെ നോക്കുന്ന സമയത്ത് കുട്ടികളെ നോക്കുന്ന പോലെ ആ പാക്കേജിങ്ങൾ വർക്ക് ചെയ്യും. എത്രത്തോളം ന്യൂറോ മാർക്കറ്റിങ്ങിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഈ ഒരു സെക്ഷൻ കിഡ്സിൻ്റെ സെക്ഷനിൽ കിൻഡർ ജോയ് അടക്കമുള്ള കിഡ്സിൻ്റെ സെക്ഷൻ വാച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. കുട്ടികളിങ്ങനെ റാൻഡായിട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പർച്ചേസ് ചെയ്യാന്നൊന്നുമല്ല, അവരെ ടൈം സ്പെൻഡ് ചെയ്യണം. ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അവരെ നോക്കി ചിരിക്കണം. അപ്പോൾ പാരന്റിനോട് പറയാം എനിക്കത് വേണം. ഇത്രത്തോളം ന്യൂറോ മാർക്കറ്റിംഗ് ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നുള്ളതാണ് ക്ലോസപ്പ്. നമുക്കൊക്കെ അറിയാം ക്ലോസപ്പ് പറഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ പല്ല് തേക്കാനുള്ള ഒരു ടൂത്ത് പേസ്റ്റ് ആണ് വെക്കുന്നത്. പക്ഷെ അവരെ പരസ്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പാട്ടൊക്കെ ഉണ്ടല്ലോ, ഒരു എന്താ പറയുക കോൺഫിഡൻ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ സൂപ്പർ കാർസിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ വിമൻസിന് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക, എൻഗേജ് ചെയ്യുക, അതിനുള്ളൊരു കോൺഫിഡൻസ് തരിക എന്നുള്ള തരത്തിൽ ടൂത്ത് പേസ്റ്റിന് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് ക്ലോസപ്പ്. നൈക്കിന് അറിയാം നമുക്ക് എന്താ പറയുക ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് തരുന്ന രീതിയിലാണ് അവരുടെ സ്റ്റോറി ടെല്ലിങ്ങും കാര്യങ്ങളും പാക്കേജും കാര്യങ്ങളൊക്കെ ഉള്ളത്, അതിൽ കൊടുത്തിട്ടുള്ള ടാഗ് ലൈൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഓവറാൾ എന്താണ് ന്യൂറോ മാർക്കറ്റിംഗ് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇതിൽ ഒരിക്കലും നമുക്കൊരു വീഡിയോ കൊണ്ട് നമുക്കൊരിക്കലും പഠിപ്പിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു മേഖലയാണ് ശരിക്കും ന്യൂറോ മാർക്കറ്റിംഗ്. നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രാൻഡുകൾ എങ്ങനെയാണ് ന്യൂറോ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റിലും ഓരോ സെഗ്മെന്റിലും ഓരോ പർച്ചേസിലും സംഭവിക്കുന്ന ബ്രെയിനിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് ഗൂഗിൾ ചെയ്യാൻ പറ്റും, നമുക്ക് പഠിക്കാൻ പറ്റും. ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു ആക്റ്റീവായിട്ടുള്ള ആസ് എ ബിസിനസ്മാൻ, ആസ് എ മാർക്കറ്റർ നമ്മൾ ഈ തരത്തിൽ ആക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ആക്ടിവിറ്റീസിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോസിലുള്ളത്. ഇനി അടുത്ത വീഡിയോസിലായിട്ട് എന്താണ് ഫണൽ മാർക്കറ്റിംഗ്, ഗൊറില്ല മാർക്കറ്റിംഗ് എന്താണ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോസുകളിൽ നമുക്ക് ഓരോന്ന് സീരീസ് ആയിട്ട് നമുക്ക് പോകാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ബിസിനസ് പേഴ്സൺസ്, മാർക്കറ്റിംഗ് പേഴ്സൺസിനൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.